മലപ്പുറം നഗരസഭ മാലിന്യമുക്തം നവകേരളം ഹരിത ടൂറിസം കേന്ദ്രം മലപ്പുറം കോട്ടക്കുന്ന് പാർക്ക്. കേരളത്തിലെ മലപ്പുറം ജില്ലയിലെ പ്രമുഖമായ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് മലപ്പുറം നഗരസഭാ പ്രദേശത്തെ കോട്ടക്കുന്ന് സ്ഥിതി ചെയ്യുന്ന കോട്ടക്കുന്ന് പാർക്ക്. ചരിത്ര പ്രാധാന്യമർഹിക്കുന്നതും ഭൂപ്രകൃതിയുടെ സവിശേഷത കൊണ്ട് മനോഹാരിതയുമായ നഗരഹൃദയ ഭാഗത്തുള്ള സ്ഥലമായ കോട്ടക്കുന്ന് ദശാബ്ദങ്ങൾക്ക് മുമ്പ് തന്നെ ജനശ്രദ്ധ ആകർഷിച്ച കേന്ദ്രമാണ്. സമീപകാലത്ത് ടൂറിസം വകുപ്പിന്റെ നേതൃത്വത്തിലുള്ള വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി മലപ്പുറം ജില്ലയിലെ തന്നെ പ്രധാന ടൂറിസം കേന്ദ്രമായി വളർന്നു. മനോഹരമായ പൂന്തോട്ടങ്ങൾക്കും കുട്ടികൾക്കും മുതിർന്നവർക്കും ആകർഷകമായ വൈവിധ്യമാർന്ന ആകർഷണങ്ങൾക്കും കോട്ടക്കുന്ന് പേരുകേട്ടതാണ്. കുട്ടികളുടെ പാർക്ക്, അഡ്വഞ്ചർ പാർക്ക്, സൈക്കിൾ ട്രാക്ക്, അരങ്ങ് ഓപ്പൺ എയർ ഓഡിറ്റോറിയം, 16D തിയേറ്റർ, ബലൂൺ പാർക്ക്, വണ്ടർ പാർക്ക് എന്നിവ ഇവിടുത്തെ പ്രധാന ആകർഷകങ്ങളാണ്. കുട്ടികൾക്കായി 30-ലധികം റൈഡുകൾ ഇവിടെയുണ്ട്. വാരാന്ത്യങ്ങളിലും ഉത്സവങ്ങളിലും പ്രത്യേക ആഘോഷങ്ങളിലും ഒരു മ്യൂസിക്കൽ ഫൗണ്ടനും ലേസർ ഷോയും ഉൾപ്പെടുന്നു. സംസ്ഥാനത്തിൻ്റെയും ജില്ലയുടെയും വിവിധ ഭാഗങ്ങളിൽ നിന്നും പ്രതിവർഷം 30 ലക്ഷം ജനങ്ങൾ എത്തിച്ചേരുന്ന കോട്ടക്കുന്ന് പാർക്കിൽ സാധാരണ ദിവസങ്ങളിൽ ശരാശരി 1000-ഓളവും അവധിക്കാലങ്ങളിൽ ശരാശരി 4000 മുതൽ 5000 വരെയും ആഘോഷവേളകളിൽ 6000-ലധികവും ജനങ്ങൾ സന്ദർശിക്കുന്നു. വിനോദസഞ്ചാര കേന്ദ്രം എന്ന നിലയിൽ പരിസര ശുചിത്വത്തിലും മാലിന്യ സംസ്കരണത്തിലും കോട്ടക്കുന്ന് പാർക്ക് ശ്രദ്ധ പുലർത്തിയിരുന്നു. മാലിന്യമുക്തം നവകേരളം പരിപാടിയുടെ ഭാഗമായി മലപ്പുറം നഗരസഭയുടെ നേതൃത്വത്തിൽ ബഹുമാനപ്പെട്ട ജില്ലാ കലക്ടറുടെ ഇടപെടലിന്റെ കൂടി അടിസ്ഥാനത്തിൽ ഹരിത ടൂറിസം കേന്ദ്രമായി പരിവർത്തനപ്പെടുത്തുന്നതിന്റെ കൂടിയാലോചനകൾ നടത്തുകയും പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തു. മാലിന്യമുക്തം നവകേരളം പരിപാടിയുടെ ഭാഗമായി ജൈവ അജൈവ മാലിന്യങ്ങൾ വേർതിരിച്ച് നിക്ഷേപിക്കുന്നതിനുള്ള നിലവിലുള്ള സംവിധാനം വിപുലപ്പെടുത്തുകയും 100ഓളം ബിന്നുകൾ വിന്യസിക്കുകയും ചെയ്തു. നഗരസഭയുടെ ആഭിമുഖ്യത്തിലും ടൂറിസം വകുപ്പിന്റെ ആഭിമുഖ്യത്തിലും 3 ബോട്ടിൽ ബൂത്തുകൾ സ്ഥാപിച്ചു. ജൈവ അജൈവ മാലിന്യങ്ങൾ വേർതിരിച്ച് സൂക്ഷിക്കുകയും അജൈവ മാലിന്യങ്ങൾ ഹരിതകർമ്മസേനയ്ക്ക് കൈമാറുകയും ജൈവമാലിന്യം യഥാവിധി സംസ്കരിക്കുന്നതുമായും ബന്ധപ്പെട്ട് നിരന്തര പരിശോധനകൾ നടത്തുകയും ടൂറിസം അധികൃതർക്കും കോട്ടക്കുന്ന് ഭാഗത്തുള്ള കച്ചവട സ്റ്റാളുകൾക്കും ജീവനക്കാർക്കും പ്രത്യേക നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു. ജൈവമാലിന്യ സംസ്കരണത്തിനായി ടൂറിസം കേന്ദ്രത്തിന്റെ അനുബന്ധമായി സ്ഥാപിച്ചിട്ടുള്ള തുമ്പൂർ കുഴി മാതൃകയിലുള്ള എയറോബിക് കമ്പോസ്റ്റിംഗ് സംവിധാനം സുസജ്ജമാം വിധം പ്രവർത്തിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു. അജൈവ മാലിന്യങ്ങൾ കൃത്യമായി തരംതിരിച്ച് ഹരിതകർമ്മസേനയ്ക്ക് ആഴ്ചയിൽ 2 തവണയും അവധി കാലഘട്ടങ്ങളിൽ തിരക്കുള്ള സമയമായതിനാൽ ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിലും മാലിന്യ ശേഖരണം നടത്തുന്നതിന് ക്രമീകരണങ്ങൾ നടത്തുകയും ചെയ്തു. കച്ചവട കേന്ദ്രങ്ങളിലും സ്റ്റാളുകളിലും പര്യാപ്തമായ മലിനജല സംസ്കരണ സംവിധാനങ്ങൾ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുകയും മലിനജല ബഹിർഗമനം ഇല്ലെന്നുറപ്പാക്കുകയും ചെയ്തു. പാർക്കിൽ ശുചിത്വ മാലിന്യ സംസ്കരണം കാര്യക്ഷമമാക്കണമെങ്കിൽ പൊതുജന ശ്രദ്ധയിലേക്ക് അവബോധം സൃഷ്ടിക്കേണ്ടത് അനിവാര്യമായ കാര്യമായതിനാൽ IEC പ്രവർത്തനങ്ങളുടെ ഭാഗമായി ശുചിത്വ മാലിന്യ സംസ്കരണ സന്ദേശങ്ങളും നിർദ്ദേശങ്ങളും അടങ്ങുന്ന ബോർഡുകൾ പാർക്കിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിച്ചു. സ്വച്ഛ ഭാരത മിഷന്റെ ഉൾപ്പെടെ ഭാഗമായും തുടർ ബോധവൽക്കരണ പ്രക്രിയയുടെ ഭാഗമായും ഹരിതകർമ്മസേനയുടെയും NSS വിദ്യാർത്ഥികളുടെയും പങ്കാളിത്തത്തോടെ ഫ്ലാഷ് മോബ്, ബഹുജന റാലി, സെൽഫി പോയിന്റ് ഉൾപ്പെടെയുള്ള IEC പ്രവർത്തനങ്ങൾ പാർക്ക് കേന്ദ്രീകൃതമായി നടത്തിയിരുന്നു. ശുചിത്വ മാലിന്യ സംസ്കരണ സന്ദേശങ്ങൾ മൈക്ക് അനൗൺസ്മെന്റ് മുഖേന കൃത്യമായ ഇടവേളകളിൽ നൽകുന്നുണ്ട്. ശുചിത്വ മാലിന്യ സംസ്കരണ സന്ദേശങ്ങൾ അടങ്ങുന്ന ചുമർ ചിത്രങ്ങൾ വരയ്ക്കുകയും അത് ബോധവൽക്കരണത്തിന്റെ പ്രധാന പ്രവർത്തനമായി മാറുകയുമുണ്ടായി. ഗ്രീൻ പ്രോട്ടോകോൾ പൂർണ്ണമായും പാലിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുകയും നിർദ്ദേശ ബോർഡുകൾ സ്ഥാപിക്കുകയും കച്ചവട സ്റ്റാളുകളിൽ പ്ലാസ്റ്റിക് ഇതര ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം പൂർണ്ണമായും നിരോധിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. ഹരിത പ്രോട്ടോകോൾ പാലിക്കുന്നത് സംബന്ധിച്ച് ഏകോപയോഗ ഉൽപ്പന്നങ്ങളുടെ നിരോധനം കർശനമാക്കുന്നത് സംബന്ധിച്ചും സ്റ്റാളുകളുമായി ബന്ധപ്പെട്ട എഗ്രിമെന്റ് വ്യവസ്ഥ ചെയ്യുന്നതിന് നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. കോട്ടക്കുന്ന് പാർക്ക് കോമ്പൗണ്ടിനകത്തുള്ള DPC ഹാൾ പൂർണ്ണമായും ഹരിതചട്ടം പാലിച്ചുകൊണ്ടുള്ള സംവിധാനമായി പ്രവർത്തിക്കുന്നതിനും ഔദ്യോഗികവും സ്വകാര്യവുമായ എല്ലാ പരിപാടികളും ഗ്രീൻ പ്രോട്ടോകോൾ വിധേയമായി പ്രകൃതി സൗഹൃദ ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കും വിധം മാതൃകാപരമായി മാറ്റുന്നതിന് തീരുമാനിക്കുകയും ചെയ്തു.
കുടിവെള്ള ബോട്ടിലുകൾ നൽകുന്ന സമയത്ത് അധിക ചാർജ് ഈടാക്കി ടോക്കൺ നൽകുകയും ടോക്കൺ തിരിച്ചേൽപ്പിക്കുമ്പോൾ അധികമായി ഈടാക്കിയ തുക തിരിച്ചു നൽകുകയും ചെയ്യുന്ന മാതൃകാപരമായ സംവിധാനം പ്രസ്തുത മേഖലയിൽ കോട്ടക്കുന്ന് പാർക്കിന്റെ സവിശേഷമായ ഇടപെടലാണ്. ഹരിത ടൂറിസം കേന്ദ്രത്തിനുള്ള മാനദണ്ഡങ്ങൾ ഉറപ്പാക്കി കോട്ടക്കുന്ന് പാർക്കിനെ ഹരിത ടൂറിസം കേന്ദ്രമായി മലപ്പുറം ജില്ലാ കലക്ടർ ജനുവരി മാസം 31 പ്രഖ്യാപിച്ചു. IEC പ്രവർത്തനങ്ങളുടെ ഭാഗമായി കൂടുതൽ ബോധവൽക്കരണ സന്ദേശ ബോർഡുകൾ സ്ഥാപിക്കുകയും നിരോധിത ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം ഇല്ലാതാക്കുന്നതിനുള്ള സന്ദേശം കച്ചവട സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ളവയിൽ സ്ഥാപിക്കുകയും വേസ്റ്റ് ടു ആർട്ട് കേന്ദ്രം കൂടി പാർക്കിന്റെ ഭാഗമാക്കുകയും ശുചിത്വ മാലിന്യ സംസ്കരണ സന്ദേശങ്ങൾ ദൃശ്യശ്രാവ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്നതിനുള്ള സാധ്യത പരിശോധിച്ച് നടപടി സ്വീകരിക്കുകയും CCTV സംവിധാനം വർദ്ധിപ്പിക്കുകയും സ്ക്വാഡ് പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുകയും ചെയ്തുകൊണ്ട് കോട്ടക്കുന്ന് പാർക്ക് ഹരിത ടൂറിസം കേന്ദ്രമായി സുസ്ഥിരമായി നിലനിർത്തുന്നതിനുള്ള തുടർ പ്രവർത്തനങ്ങൾ കൂടി നഗരസഭയുടെയും വകുപ്പുകളുടെയും സംയുക്താഭിമുഖ്യത്തിൽ നടത്തുന്നതുമാണ്. താങ്ക് യു.